ഗൈസ്, വലിയ ഇൻട്രോ ഒന്നുമില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോകാം. ഉറപ്പാണ് എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ഇട്ടേക്കുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ബസ് അല്ലെങ്കിൽ എങ്ങനെയാണ് മോഡ് കയറ്റാമെന്ന്. അതായത് വേറെ രീതിയിലാണ് കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടേക്കുന്നത്, എങ്ങനെ ഡ്യൂക്ക് എടുക്കാം, എങ്ങനെ ടോസ്റ്റേഴ്സ് എടുക്കാം, അങ്ങനെയൊക്കെ. എൻ്റെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുക നമ്മുടെ മൂന്നാർ കേവിൻ്റെ ഒക്കെ ഒരു വീഡിയോയിലും കുറേ ആൾക്കാരാണ് ചോദിച്ചത്. അതിനകത്ത് ഞാൻ പിൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നു. പക്ഷെ അത് ഇത്രയും വൈകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അപ്പോൾ അത്രയും കാത്തിരുന്നൊരു വീഡിയോ ആണിത്, എങ്ങനെ ബസ്സിൽ മോഡ് കയറ്റാം, ടൂറിസ്റ്റേഴ്സ് ഒക്കെ കയറ്റാം. അപ്പോൾ താല്പര്യമുള്ളവർ ഈ വീഡിയോ ഫുള്ള് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് ബസ്സിലോട്ട് മോഡ് കയറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ട് മെയിനായിട്ടുള്ള വഴികളാണുള്ളത്. ഒന്ന് യൂട്യൂബിൽ നിന്നുള്ള മോഡ്സും, പിന്നെ ഇങ്ങനത്തെ ആപ്സ് ഉണ്ടാവുമല്ലോ പ്ലേ സ്റ്റോറിൽ, അതിൽ നിന്ന് എടുക്കാം. ഇത് iOS-ലും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് KBR ഇങ്ങനത്തെ കുറച്ച് ഉണ്ടാവും. ഇതൊക്കെ മലയാളികളുടെയാണ്. പിന്നെ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല, എല്ലാ തരത്തിലുള്ള മോഡ്സും ഉണ്ടാകും. അപ്പോൾ KBR, പിന്നെ മാപ്പ് മോഡിൻ്റെ ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ 2021 ആ ഒരു ടൈമിലൊക്കെയാണ് ഇറങ്ങിയത്. ഞാൻ ആ സമയത്തൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പണ്ടത്തെ മോഡ്സാണ്. അപ്പോൾ അതാണ് അപ്പോൾ ഇത് കയറ്റമുള്ളവർ ഇത് പണ്ടത്തെ മോഡ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഇത് കാണിക്കുന്നില്ല, നമ്മൾ യൂട്യൂബിൽ നിന്ന് എങ്ങനെ മോഡ് കയറ്റാമെന്ന് ഞാൻ പറയുന്നുള്ളൂ. യൂട്യൂബിൽ നിന്നല്ല, ഞാൻ പെട്ടെന്ന് ഈസി ആയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ലിവറി വേണമെങ്കിലും ഇതിൽ കയറ്റാം. ഏകദേശം ലിവറിയും മോഡൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. അതായത് ഡൗൺലോഡിങ് സെയിം ആണ്. ലാസ്റ്റാണ് അതായത് ഗെയിമിലോട്ട് ആഡ് ചെയ്യുന്നതിൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. നമ്മളിപ്പോൾ KSRTC മോഡൊക്കെ ആക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കാം. പാക്സ് ഗെയിമർ പോലത്തെ വേറെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അത് വേറെ ആൾക്കാരുണ്ടാക്കുന്ന മോഡ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ മാത്രം, അത് മോഡ് ഉണ്ടാക്കാതെ തന്നെ ഇങ്ങനത്തെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. എന്നിട്ട് ആ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ റിയൽ ആ ഒരു മോഡിൻ്റെ വീഡിയോ ഉണ്ടാകും. ആ ഒരു വീഡിയോ പോയി കഴിഞ്ഞാൽ ആ മോഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. പിന്നെ കണ്ടോ, ഷെയർ മോഡ്സ് ഏകദേശം ഒരു 3 ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാർ മോഡൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു ഷെയർ മോഡ്സ് എന്ന് പറഞ്ഞ ലിങ്കിലാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൻ്റെ ഒരു ഇത് കൂടിയിട്ട് ട്യൂട്ടോറിയൽ കൂടിയാണിത്. കാരണം മീഡിയ ഫെയർ എൻ്റെ ഒരു എന്താ അറിയില്ല 2 to 3 months ആയിട്ട് ഇപ്പോൾ അത് കയറണില്ല, അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല, എന്താ അറിയില്ല, ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്കിത് ഷെയർ മോഡ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതാണ് ഏറ്റവും കോമൺ. മീഡിയ ഫെയറും കുറച്ചുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഇങ്ങനെ ക്രിയേറ്റ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അത് നിങ്ങൾ ഞെക്കുമ്പോൾ വേറെ സൈറ്റിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചാൽ മതി, എന്നിട്ട് ഡൗൺലോഡ് അടിക്കുക. ഓക്കെ, കണ്ടോ SF സിപ്പ്. ഐ തിങ്ക് SF സൂപ്പർ ഫാസ്റ്റ് തന്നെയാണ് തോന്നുന്നത്. അതെ, അത് തന്നെ ആയിരിക്കുള്ളൂ. കണ്ടോ, ഇതൊക്കെ നിങ്ങൾ ബാക്ക് അടിച്ചോ. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു സാർക്കൈവർ അല്ലെങ്കിൽ സാർച്ചീവർ എന്ന് പറഞ്ഞൊരു ആപ്പിൽ കയറ്റണം. അതിൻ്റെയൊക്കെ കയറ്റേണ്ട ആപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഒക്കെ നമുക്ക് എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ സാർച്ചീവറിൽ ഡൗൺലോഡിൽ പോയിട്ട് നിങ്ങളുടെ ഫയൽ ഡൗൺലോഡായി എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഫയലിൻ്റെ പേരും നിങ്ങൾ ഓർത്ത് വെക്കണം. SF സിപ്പ് എന്നായിരുന്നല്ലോ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ പേര്, ഈ ഒരു മോഡിൻ്റെ പേര്. അപ്പോൾ SF സിപ്പ്, അതായത് ആ ഒരു പേര് നിങ്ങൾ ഓർത്ത് വെക്കണം എന്തായാലും. അത് ഡൗൺലോഡ് ആയി എന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് Sലോട്ട് പോകാം. അത് എൻ്റെ കയ്യിൽ കുറേ ഫയലുണ്ട്. നിങ്ങളങ്ങനെ അധികം ഗെയിം അധികം ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈസിയായിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ കുറേ ഫയൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡ് സ്വൈപ്പ് ചെയ്തിട്ട് നേരെ നിങ്ങൾക്ക് Sലോട്ടൊക്കെ പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും Sലോട്ട് പോവാം. എനിക്ക് ഇഷ്ടംപോലെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും Sലോട്ട് പോവാം. കണ്ടോ, സൈഡിൽ ആ ഒരു സ്വൈപ്പ് ചെയ്ത് Sലെത്താം. എത്തി, കണ്ടോ, SF സിപ്പ്. ഇത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വേറെ ഒരെണ്ണം കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ അതിട്ട് എക്സ്ട്രാക്ട് ഹിയർ ഞെക്കാം. ഇത് വേറെ എക്സ്ട്രാക്ട് ചെയ്തു. എക്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാക്ട് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേളിൽ സ്റ്റോറേജിൽ പോയിട്ട് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അത് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ വേറെ ഒരു ഇതിലൂടാം, വേറെ ഏതെങ്കിലും ഈ ഒരു പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ടോ, നമുക്ക് കാണാൻ പറ്റും SF. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡിൽ പാസ്വേഡ് ഇല്ല. പക്ഷേ മിക്ക മോഡുകളിലും കയറ്റുമ്പോൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരു പാസ്വേഡ് അടിക്കണം ആ ഒരു ഫയൽ. അത് നിങ്ങൾ ആ ഒരു യൂട്യൂബ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടാവും മിക്കവരും. അപ്പോൾ ഈ ഒരു മോഡ്, ഞാനിപ്പോൾ കയറ്റിയ മോഡിൽ മാത്രമേ പാസ്വേഡ് ഇല്ല. അപ്പോൾ കൂടുതലും പാസ്വേഡ് വെക്കും ആൾക്കാർ. അപ്പോൾ നിങ്ങൾ അപ്പോൾ പാസ്വേഡ് വല്ലതും കണ്ടു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ പാസ്വേഡ് അടിക്കണം. പാസ്വേഡ് ആ വീഡിയോയിലുണ്ടാവും. പാസ്വേഡ് ഉള്ള മോഡാണെങ്കിൽ പാസ്വേഡ് ഉണ്ട് എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടോ, ഇതാണ് രണ്ടാണ് മോഡ്. ഈ വെള്ള കളർ കാണുന്നതാണ് മോഡ്സ്. ഇതാണ് ടെംപ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ,
ഇത് ബസ്സിട്ടുള്ള ടെംപ്ലേറ്റിൻ്റെ ഉപയോഗം ലിവറി ഉണ്ടാക്കാനാണ്. ഇവിടെ കുറേ ലിവറീസ് കൊടുത്തിട്ടുണ്ട്. പച്ച കളർ ലിവറീസ് തന്നെയാണ്. അത് സൂപ്പർ ഫാസ്റ്റ്, നമ്മുടെ ഓർഡിനറി ഉണ്ട്. അപ്പോൾ ആ വെള്ള കളർ കാണുന്നതാണ് മോഡ്. ഓക്കെ, അപ്പം ഇനി എന്താണ് ഗെയിം ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ആഡ് ചെയ്യാമെന്ന് പലരും ചോദിക്കും. ഹലോ ഗൈസ്, നമ്മൾ ഗെയിമിലെത്തിയിട്ട് ഗെയിമിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലെഫ്റ്റിൽ കുറേ ഐക്കൺസ് കാണിക്കും. നമുക്ക് മോഡ് കയറ്റും, മോഡ് തന്നെയാണ് ഞെക്കുന്നത്. മോഡ് ഞെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലെത്തും. അവിടെ ഇമ്പോർട്ട് നിർത്താൻ ഓൾറെഡി വെഹിക്കിളായിരിക്കും. എന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഫയൽ മാനേജറാണ് ചൂസ് ചെയ്യുക, ഡിവൈസ് ഗാലറി അല്ല. ഓക്കെ, എന്നിട്ട് ഡൗൺലോഡിലാണ് നമ്മൾ സാധാരണ പോവാറ്. ഇങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തത്. പക്ഷേ നിങ്ങൾ നേരത്തെ വീഡിയോ ഉണ്ടല്ലോ, ഞാനത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ബസ്സിഡിലാണ് കൊടുത്തത്. സോ ബസ്സിഡുള്ളത് മെയിൻ സ്റ്റോറേജിലാണ്. സോ നമ്മൾ മെയിൻ സ്റ്റോറേജ് നിൽക്കുക കേട്ടോ. ലെഫ്റ്റിൽ കാണുന്ന മെയിൻ സ്റ്റോറേജ് നമുക്ക് നിൽക്കാം. മെയിൻ സ്റ്റോറേജിൽ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബസ്സിഡ് കാണാൻ പറ്റും. ബസ്സിഡ് എന്ന് പറഞ്ഞ ഒരു ഫയല് കാണാൻ പറ്റും. ഈ ഒരു ബസ്സിഡ് നിൽക്കുമ്പോൾ നമുക്ക് കുറേ ഇത് കാണാൻ പറ്റും. അതിനകത്ത് SF നമ്മൾ നേരത്തെ ആക്കിയത് അത് അവിടെ ക്ലിക്ക് ചെയ്യുക. SF ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് 2 മോഡ്സ്, മോഡിഫൈഡ് എന്നും ഉണ്ട്, ഇതുണ്ട്. അപ്പോൾ ലിവറി എവിടെയെന്ന് ചോദിക്കും. ലിവറിയൊക്കെ ഞാൻ കുറച്ചായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു മോഡ് ആഡ് ചെയ്യാൻ 30 രൂപ അല്ലെങ്കിലും ഇങ്ങനെ ആഡ് കാണേണ്ടി വരും. ഓക്കെ, വോയിസിന് ആഡ് കിട്ടാൻ മറ്റേ മോഡിഫൈഡ് അല്ലാത്തുള്ള മോഡ് അതാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇത് കാണിക്കും, വെയിറ്റ് ചെയ്യണം ജസ്റ്റ്. അപ്പോൾ നമ്മുടെ മോഡ് സെറ്റ് ആണ്ട് 2 ഗാരേജ് ആണ് നമ്മൾ എടുക്കേണ്ടത്. 2 ഗാരേജ് എന്ന് പറഞ്ഞാൽ വേറെ കുറേ ഓപ്ഷൻസ് നമ്മൾ 2 ഗാരേജ് തന്നെ എടുക്കുക. എന്നിട്ടിപ്പോൾ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും നമുക്ക് സ്വൈപ്പ് ചെയ്യാം, അടുത്തടുത്ത മോഡുകളിലോട്ട് മാറ്റാൻ. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ലെഫ്റ്റിലോട്ടാണ് സ്വൈപ്പ് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേറെ മോഡ്സ് നമുക്ക് കാണും. ഞാൻ പണ്ടൊരു 50 മോഡൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റോറേജ് പോയപ്പോൾ ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഒരു 5-6 കണ്ടുള്ളൂ കണ്ടോ. അപ്പോൾ അടുത്ത് തന്നെ ഈ ഒരു മോഡ് വന്നു. ഇതെങ്ങനെ വെള്ള കളർ എന്ന് വെച്ചാൽ നമ്മൾ ലിവറി ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് നമ്മൾ ചൂസ് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന 3 ഐക്കൺസിൽ 3ാമത്തെ ഐക്കണിൽ അഥവാ പെയിൻറ്റ് പോലത്തെ ഐക്കൺ, അതാണ് ലിവറിൻ്റെ ഐക്കൺ. അതിൻ്റെ ലെഫ്റ്റിൽ ബ്രോസ് ലിവറി ഉണ്ടാവും. അതിനകത്ത് ഫയൽ മാനേജർ തന്നെ എടുക്കാൻ നേരത്തെ പോലെ, മെയിൻ സ്റ്റോറേജിൽ പോവുക, ബസ്സിൽ എടുക്കാൻ നേരത്തെ പോലെ. അപ്പോൾ അവിടെ നമ്മൾ ബസ്സിൽ എടുക്കുമ്പോൾ മോഡ് കാണത്തില്ല, പകരം ലിവറിയെ കാണത്തുള്ളൂ. ഇവർ തെറ്റിപ്പോയതാണ്, വേറെ ഫയലിലോട്ട് പോയി. ബസ്സിൽ എടുത്തിട്ട് നേരെ SF എടുക്കണം. സാധാരണ പോലെ തന്നെ ബസ്സിലെടുക്കുക, SF എടുക്കുക. അപ്പോൾ SF ലിവറി മാത്രമേ കാണത്തുള്ളൂ, നമ്മുടെ മോഡ്സ് ഒന്നും കാണത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഓരോ ലിവറി ഉണ്ട്. പക്ഷേ ചെറിയൊരു കുഴപ്പം തോന്നിയതാണ്, അത് ഈ ഒരു മോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ. ഈ ഒരു ലിവറീസൊക്കെ കുറച്ച് ബ്ലറാണ്. കാണിച്ചു തരാം. അപ്പോൾ തൃശ്ശൂർ സുൽത്താൻ ബത്തേരി എടുത്ത് ഇന്നലത്തെ കണ്ട് ഇങ്ങനെയാണ്. ഇപ്പോൾ തൃശ്ശൂർ ഇതിൻ്റെ മാത്രം കാര്യമല്ല. പിന്നെ വീഡിയോ ലിങ്ക് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഒന്നുമില്ല, ഈ ഒരു ഇങ്ങനെ ലിവറി ബ്ലറാവുന്നതിൻ്റെ കാര്യം എൻ്റെ ഗ്രാഫിക്സ് ഇടുന്നതനുസരിച്ചിരിക്കും. ഗ്രാഫിക്സ് കുറയ്ക്കണമെന്നില്ല, നിങ്ങളിത് അപ്ലൈ ആക്കി കഴിഞ്ഞാൽ ഇത് ഫുള്ളാവും. ഉണ്ട് ഇതേപോലത്തെ കുറേ മോഡ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ലോ ഗ്രാഫിക്സ് ആണ് ഇത് എടുക്കുന്നത്. പക്ഷേ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് ലോ ഗ്രാഫിക്സിൽ ഇടാൻ പറ്റുള്ളൂ. മിഡിൽ ഇടുമ്പോൾ ലാഗ് അടിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് എന്തായാലും ലൈക്ക് അടിക്കുക. പിന്നെ ഒരു സംഭവം ഉണ്ട്, ഈ വീഡിയോക്ക് 100 ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നമ്മൾ എങ്ങനെ മാപ്പ് മോഡ് ബസ്സിലോട്ട് ആഡ് ചെയ്യാമെന്ന് പറയുന്നതായിരിക്കും. സോ 100 ലൈക്ക് എന്ന് പറയുന്നത് വളരെ ചെറിയ ടാർഗറ്റാണ്. അപ്പോൾ അത്രയും ചെറിയ ടാർഗറ്റ് നിങ്ങൾ എങ്ങനെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുകയാണെങ്കിൽ അടുത്ത നമുക്ക് ഇങ്ങനെ മാപ്പ് മോഡിൻ്റെ വീഡിയോ ഇടാം. പിന്നെ ചാനലിൽ കുറേ ടൈപ്പ് ഓഫ് ബസ്സിൻ്റെ വീഡിയോസ് ഉണ്ട്. സീക്രട്ട് പ്ലേസസ്, മോഡ്സ് പോലത്തെ കുറേ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യുക ആദ്യമായിട്ട് വേണമെന്നവർ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യാം. റോഡ് ടു 10K ആണ്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഫ്രം KL The Vex D.